എക്സലൻ്റ് ആണ്. നല്ല ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ റിട്രോയാലും എല്ലാം ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് വന്നിട്ട് ഒരു ത്രില്ലർ മോഡിലേക്ക് ആ പടമാണ് ആഫ്റ്റർ ഇൻ്റർവെൽ. അത് നമുക്കറിയില്ല, റിയൽ സ്റ്റോറി ആണോ എന്താണെന്നുള്ളത് അതറിയില്ല. പക്ഷേ വളരെ സിനിമാറ്റിക് ആയിട്ട് ചെയ്തേക്കണം. പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരും. ഇതിനകത്ത് പറയുന്നത് നടിപ്പിൻ ചക്രവർത്തി എന്ന് പറയുന്നുണ്ട്. അത് സംഭവിച്ചു വന്നിരിക്കുന്നു. ദുൽഖർ നടിപ്പിൻ ചക്രവർത്തി എപ്രാസത്തെ അവാർഡ് തൂക്കും, നാഷണൽ അവാർഡ് തൂക്കും. വേറെ നമ്മുടെ കേരള സ്റ്റോറിക്കും മറ്റേനൊന്നും കൊടുക്കാത്ത പോലെ ഇതിന് കൊടുക്കാതിരുന്നാൽ മതി. നടിപ്പിൻ ചക്രവർത്തി തന്നെയായി ദുൽഖർ. വേറെ ഒന്നും പറയാനില്ല. അടിപൊളി. ഇത് 100% ദുൽഖർ പടം. ദുൽഖറിനെ കണ്ട പടം മുഴുവൻ പോകുന്നത് ദുൽഖറാണ്. കയറി മേയുവാണ് പടം മുഴുവൻ കേട്ടോ. കിടിലൻ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ പറഞ്ഞ പോലെ എല്ലാം ക്യാമറ വർക്കും കളറിങ് ഒന്നും പറയണ്ട, ആർട്ട് വർക്ക് എല്ലാം കിട്ടും. ജേക്സ് വിജയ് പ്രത്യേക ജേക്സിന്റെ വർക്ക് കിടിലനായിട്ടുണ്ട്. എല്ലാത്തിനും ഭേദം നമ്മുടെ ദുൽഖർ പാനിന്ത്യൻ സ്റ്റാർ തന്നെയായി ഇതോടെ. ഓക്കെ, അതായത് അതുപോലെ ഇതിനകത്ത് പറയുന്നത് നടിപ്പൻ ചക്രവർത്തി എന്ന് പറയുന്നുണ്ട്. ആ നടിപ്പൻ ചക്രവർത്തി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. കുറെ എന്ന് വെച്ചാൽ അസൽ ദുൽഖർ, 100% ദുൽഖർ പടം. ഒരു രക്ഷയില്ല. നടിപ്പിൻ നായകൻ സൂര്യക്ക് അതിനു മുകളിൽ പെർഫോമൻസ്, അസാധ്യ പെർഫോമൻസ്. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ സിനിമയിൽ ഒരു മഹാനടന്മാരുടെ ലെവലിലേക്ക് എത്തുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ദുൽഖറൊന്നും വന്നിട്ട് അധികം ആയില്ല, പക്ഷേ ആ പെർഫോമൻസിൽ നമുക്ക് ഒരുപാട് കാലത്തെ ഒരു പണ്ടത്തെ ഒരു സിനിമയുടെ പെർഫോമൻസ് കണ്ടില്ലേ, അതിൻ്റെ മേക്കിംഗ് ഒക്കെ വേറെ ലെവൽ. അതേ കറക്റ്റ്, ഒരു മാറ്റവും ഇല്ലാതെ കറക്റ്റായിട്ട് പണ്ടത്തെ ആ മേക്കിങ്ങും ഇത് ദുൽഖറിൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി, സൂപ്പർ. ഇത് പടം കണ്ടില്ലേ, പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്രയും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഒരു വേറെ ലെവൽ പടം. അതൊന്നും നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. മമ്മൂട്ടിയുടെ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഓരോ നടന്മാർക്കും ഓരോ, മമ്മൂട്ടി മോഹൻലാൽ ഓരോ നടന്മാർക്കും ഓരോതാണ്. പക്ഷെ ഇതിൽ ദുൽഖർ വേറെ ലെവലാണ്. ഇമോഷൻസും ആ ഇതും എന്താ പറയുക, ഇമോഷൻസ് ഒരു ലെവൽ. പിന്നെ നമ്മൾ വിചാരിക്കും ഈ പുള്ളി നെഗറ്റീവ് ക്യാരക്ടറാണ്. എല്ലാം കൊണ്ടും പല ക്യാരക്ടർ അടിപൊളി. തൂക്കി നാഷണൽ അവാർഡ് വരെ തൂക്കാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിലാണ് നാഷണൽ അവാർഡിൻ്റെ ഇത് നടക്കുന്നതെങ്കിൽ, അതായത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയം നോക്കാതെയും ജാതിമതം നോക്കാതെയും നാഷണൽ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് ദുൽഖർ തൂക്കി ഈ 2025. അത്രയും നല്ല മൂവി, നല്ല മൂവിയാണ്. നല്ല ക്ലാസിക് മൂവി, നല്ല സ്റ്റാൻഡേർഡ് മൂവി. ഡയറക്ഷനും സിനിമാറ്റോഗ്രഫിയും ഒക്കെ നന്നായിട്ടുണ്ട്. ദുൽഖർ എന്ന് പറഞ്ഞ ഒരു ആക്ടറിന്റെ ഗ്രോത്ത് ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ ഗംഭീരമായിട്ടുണ്ട്. മസ്റ്റ് വാച്ച് മൂവിയാണ്. ഞാനൊരു DQ ഫാനാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ എല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. എല്ലാം അവർ തമ്മിലുള്ള കോംബോയും എല്ലാം നന്നായിട്ട് വർക്ക്. നല്ല സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷനും എല്ലാം പൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ പറഞ്ഞില്ലേ, ഗംഭീര സിനിമയിൽ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ, നടുപ്പ് ചൊല്ലിക്കൊടുത്താൽ ഇപ്പിടി ചൊല്ലിക്കൊടുക്കണമെന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അത് തന്നെ സിനിമ. നിങ്ങൾ ആ സിനിമ കണ്ടു നോക്ക്. സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. സിനിമ ഒരു വലിയ ഫീലിങ്സ് ആണ് ഈ സിനിമ. എല്ലാവരും ആ സിനിമയ്ക്കുള്ള സിനിമയാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ അഭിനയിക്കുന്നവരും സിനിമയിൽ അഭിനയിക്കുന്നവരും ഈ സിനിമ നിർബന്ധമായും കാണണം. ഒരു വേറെ ലെവൽ സിനിമയാണ്. കണ്ടു നോക്കൂ, നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയും. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താ ഫീലിംഗ് എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ പിന്നെ പീക്ക് ലെവലിലേക്ക് പോയിക്കാണ്. ഞാൻ പറഞ്ഞില്ല, ഈച്ച് ആൻഡ് എവരി വൺ പിന്നെ ഫ്രെയിം ടു ഫ്രെയിം ആക്ടിങ് ആണ്. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നിങ്ങൾ കണ്ടതല്ലേ സിനിമ? നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തോ? ഞാൻ വെറുതെ പറയുകയാണോ, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തോ എന്ന് അറിയാമല്ല. എനിക്ക് തോന്നിയ, ഞാനൊരു സിനിമ പ്രവർത്തകനാണ്, എനിക്ക് തോന്നിയ ഫീലിങ്സ് ആണ് ഞാൻ പറഞ്ഞത്. സിനിമ എനിക്കെന്തോ വല്ലാത്ത ഫീൽ ചെയ്തു. ആക്ടിങ് ബേസ്ഡ് ഭയങ്കര മനോഹരമായിരിക്കും. എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് പടമാണ്. നമ്മളൊരു മാസ് മസാല അങ്ങനത്തെ തിയേറ്റർ ടൈപ്പ് പടമല്ല. പിന്നെ ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ ക്യാരക്ടർ ഒരു സിനിമാ നടനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിനിമയിൽ അകത്തുള്ള അഭിനയവും പിന്നെ സിനിമാ നടനായിട്ട് അദ്ദേഹം ആ ഷൂട്ടിന് പുറത്തുള്ള അദ്ദേഹത്തിന്, അങ്ങനെ 2 ടൈപ്പ് ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. പിന്നെ 50s 60s മൂവീസിനെ കുറിച്ച് നമുക്കറിയാം. ആ ഒരു സിനിമയിൽ കുറച്ച് മെലോ ഡ്രാമ, ഓവർ ആക്ടിങ്, ആ രീതിയിലുള്ള സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ദുൽഖർ അത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പഴയകാല നടന്മാരുടെ ആ ഒരു ഇമോഷനും കുറച്ചൊരു ഓവറായിട്ടുള്ളതും, പക്ഷേ ആ സിനിമ അഭിനയം കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സൂപ്പർ സ്റ്റാറായി മാറുന്ന നോർമൽ ആക്ടിങ്, അങ്ങനെ 2 രീതിയിലുള്ള ആക്ടിങ് ഒരു സിനിമയ്ക്കകത്ത് തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ
കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് സമുദ്രക്കനി നമുക്കറിയാം ഇങ്ങനത്തെ പീരിയഡ് ഡ്രാമകളാണെങ്കിലും ഇങ്ങനത്തെ പെർഫോമൻസിൽ അദ്ദേഹം അടിപൊളിയാണ്. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന രീതി, ചില സീനുകളിൽ നമുക്ക് തോന്നി ദുൽഖർ പതറിപ്പോകുന്നുണ്ടോ തോന്നി. അമ്മാതിരി ഗംഭീര പെർഫോമൻസാണ്. ദുൽഖർ സ്പേസ് കൊടുത്തിട്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. നന്നായിട്ടുള്ള മേക്ക് ചെയ്ത JXBJയുടെ നല്ല പിന്നെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള BGM ഉള്ള സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു ട്വിസ്റ്റും പടത്തിൻ്റെ മൂഡ് മൊത്തം ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്കൊക്കെ റാണയുടെ ക്യാരക്ടറൊക്കെ വന്നിട്ട് സെക്കൻഡ് ഹാഫ് വളരെ ഗ്രിപ്പിങ്ങും ഫാസ്റ്റുമായിട്ട് തീർത്ത ഇതൊരു കംപ്ലീറ്റ് ആർട്ട് പടമെന്ന് പറയില്ല, പക്ഷേ ഒരു കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ പടമല്ല, കംപ്ലീറ്റ് ആർട്ട് പടമല്ല. സിനിമയെ സ്നേഹിക്കുന്നവർക്ക് കാണാൻ പറ്റിയ എല്ലാ ചേരുവകളുമുള്ള ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് കാന്ത.